الرحمن الرحيم الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഒരു റമളാനിലേക്ക് കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. കാരണം നമ്മളെക്കാളുമൊക്കെ ആരോഗ്യമുണ്ടായിരുന്ന, നമ്മളെ എത്രയൊന്നും പ്രായമില്ലാത്ത പല ആളുകളും കഴിഞ്ഞ 1-2 റമളാനുകൾ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഇന്ന് നമ്മളോടൊപ്പമില്ല. അതുകൊണ്ട് പടച്ച റബ്ബ് നമ്മളെ തെരഞ്ഞെടുത്തതാണ്. തെരഞ്ഞെടുത്തിട്ടുള്ളത് വലിയ ഒരു അനുഗ്രഹത്തിലേക്കാണ്. ആ തെരഞ്ഞെടുത്തതാണ് എന്നുള്ള ബോധമില്ലാതെ പോയാൽ ഈ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ത്വൽഹാ റളിയല്ലാഹു അൻഹു ഒരിക്കലും റസൂലിന്റെ അടുത്ത് വന്നിട്ട് ത്വൽഹാ റളിയല്ലാഹു അൻഹു കണ്ടൊരു സ്വപ്നം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റസൂലെ, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. നമ്മുടെ നാട്ടില് ഒരേ സമയം ഇസ്ലാം സ്വീകരിച്ച 2 ആളുകളായിരുന്നു എന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. ആ 2 ആളുകളിൽ ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി അള്ളാഹുവിലേക്ക് യാത്രയായ ആളാണ്. 2ാമത്തെ ആള് ഈ മനുഷ്യൻ ഷഹീദായതിനു ശേഷം 1 വർഷം കഴിഞ്ഞ് സാധാരണ രീതിയിൽ മരണപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ റസൂലെ, ഞാൻ കണ്ട സ്വപ്നത്തില് ഈ സാധാരണ രീതിയിൽ മരണപ്പെട്ട വ്യക്തിയാണ് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത്. എന്താണ് റസൂലെ അത് അങ്ങനെ എന്ന് ത്വൽഹാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. റസൂല് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, ത്വൽഹാ, ആ മനുഷ്യന് 1 വർഷം കൂടി അധികം ജീവിക്കാൻ കഴിഞ്ഞോ? ബലാ യാ റസൂലല്ലാഹ്, അതെ. വീണ്ടും റസൂല് ചോദിച്ചു, ആ മനുഷ്യന് റമളാന് കൂടി അധികം ലഭിച്ചോ? ബലാ യാ റസൂലല്ലാഹ്. വീണ്ടും റസൂല് ചോദിച്ചു, ആ മനുഷ്യനൊരു ലൈലത്തുൽ ഖദർ കൂടി അധികം ലഭിച്ചോ? അതേ റസൂലെ, അയാൾക്കൊരു ലൈലത്തുൽ ഖദർ കൂടി അധികം ലഭിച്ചിരിക്കുന്നു. റസൂല് പറഞ്ഞു, അത് മാത്രം മതി. ഷഹീദായ ഒരു മനുഷ്യനേക്കാൾ നേരത്തെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പോകാൻ അവരൊറ്റ കാരണം മാത്രം മതി എന്നുള്ളത്. ആ കാരണമാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മളൊന്നിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല ആളുകളും ഇന്ന് ഈ പള്ളിയിലില്ല, നമ്മുടെ മഹല്ലിലില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, അവരൊന്നും തന്നെ നമ്മളെക്കാളൊക്കെ ആരോഗ്യമുള്ള പല ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മളെക്കാളും കൂടുതൽ ഓടി നടന്നിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. ഈ ദിനിന് വേണ്ടി, ഈ സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓടി നടന്ന പല ആളുകളും നമ്മുടെ മനസ്സിലിപ്പം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും നമ്മളെ കൂടെ ഇല്ല. പകരം നമ്മളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് നേടും ഈ റമളാന് കൊണ്ട് എന്നുള്ളതാണ്. റസൂൽ നമുക്ക് ഉറപ്പ് തന്ന 3 കാര്യങ്ങളുണ്ട്. അതെങ്കിലും നമ്മൾ നേടാൻ വേണ്ടി ശ്രമിക്കണം. 3 കാര്യം ഉറപ്പായിട്ടും നോമ്പുകാരന് നേടാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രിയപ്പെട്ടത്, നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണ് നിറഞ്ഞ് നമ്മുടെ സുജൂദുകളിലൊക്കെ മുസല്ല നനയുവോളം നമ്മൾ കണ്ണീര് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതേതാണ്? നമ്മുടെ ചെറുപ്പത്തില്, നമ്മുടെ കൗമാരത്തില്, നമ്മുടെ യൗവനത്തില്, നമ്മുടെ ഇരുട്ടില്, നമ്മുടെ പകലില്, നമ്മുടെ ഒറ്റക്കുള്ള നേരത്ത്, നമ്മുടെ രഹസ്യ സന്ദർഭങ്ങളില്, നമ്മുടെ സമ്പത്തിന്റെ കാര്യത്തില്, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തില്, സാമൂഹിക പ്രവർത്തനത്തിനിടയില്, വർത്തമാനത്തിനിടയില് നമുക്ക് നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള, അറിയാതെയും അറിഞ്ഞു വന്നുപോയിട്ടുള്ള കുറ്റങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അതുപോലെ തന്നെ ഒന്നുകൂടെ ഓർത്തു നോക്കിയാൽ ചില വഷളത്തരങ്ങൾ, അത് പുറത്തു കിട്ടണം. നാളെ അള്ളാഹുവിന്റെ മുമ്പില് അള്ളാഹു സുബ്ഹാനഹു തആല ഉമ്മയുടെയും ഉപ്പയുടെയും നമ്മുടെ നാട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ട്, കുടുംബക്കാരുടെയും ഉസ്താദുമാരുടെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അത് പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുപക്ഷെ ഒരു നിമിഷത്തിൽ നമ്മൾ ഇന്ന് അറിയാതെ വന്നുപോയ തെറ്റായിരിക്കും, ഒരുപക്ഷെ നമ്മൾ കാരണമല്ലാതെ വന്നുപോയ തെറ്റായിരിക്കും. പക്ഷെ അത് പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ അതിലൊരു കഥാപാത്രമായിരിക്കും. അതുകൊണ്ട് അത് പ്രദർശിപ്പിക്കരുത്. അന്ന് എന്റെ കിതാബിൽ നിന്ന് വായിച്ചു കിട്ടണം. അള്ളാന്റെ റസൂൽ അത് ഉറപ്പു തന്നിരിക്കുന്നു. ഈ റമളാനോടുകൂടി ആ കിതാബിന് നമ്മളിൽ നിന്ന് വന്നുപോയ ആ തെറ്റുണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പു തരുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എല്ലാ കുറ്റങ്ങളും പുറത്തു തരും, ഉറപ്പാണ്. നോമ്പ് നോൽക്കേണ്ട വിധം അള്ളാഹുവിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നോൽക്കുകയാണെങ്കിൽ അത് മായ്ച്ചു കളയും, നമ്മുടെ കിതാബിൽ അത് ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഏറ്റവും വലിയ ബേജാറാണ്. ആ ബേജാർ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകും, ഇല്ലാതെയാകും. നമുക്ക് ഒരിക്കലും തന്നെ ബേജാറാകേണ്ടി വരികയില്ല എന്ന് റസൂല് നമുക്ക് ഉറപ്പു തന്നിട്ടുണ്ട്. അതേതാണ് ബേജാർ? നരകത്തെക്കുറിച്ചുള്ള ബേജാറാണ്. എല്ലാ ആളുകളുടെ ഉള്ളിലും ഉണ്ടാകും നരകത്തെക്കുറിച്ച്. ഖുർആനിലിങ്ങനെ നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന നേരത്ത് നമ്മുടെ ഒക്കെ ഹൃദയം ഒന്ന് പിടക്കും, ഒന്ന് ബേജാറായി പോകും. അത് സഹാബിമാരുടെ ഒക്കെ സ്വഭാവത്തിലുണ്ടായിരുന്നു. എത്ര സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത ആളുകൾക്ക് പോലും ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു നമുക്കറിയാം. അലി റളിയല്ലാഹു സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സഹാബിയാണ്. പക്ഷേ ഒരിക്കൽ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഞാൻ എന്റെ ഉപ്പയുടെ അടുത്തേക്ക് പോകാനായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, അഥവാ ഞാൻ എന്റെ ഉപ്പന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പ ഒഫാത്തായിട്ടുണ്ട്, റസൂൽ ഒഫാത്തായിട്ടുണ്ട്. അങ്ങനെ ആ റസൂലിന്റെ സ്വർഗത്തിലേക്ക് ഞാനും പോകാനായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചിട്ട് കരഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട്. ഫാത്തിമ, നീ എന്റെ ഉപ്പന്റെ അടുത്തെത്തുമ്പോ, സ്വർഗത്തിലെത്തുമ്പോ അലി എന്നെങ്ങാനും മലക്കുകള് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഫാത്തിമ നീ നിന്റെ ഉപ്പയോട് പറയണം, അലി പാവമാണ്, അലിയെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയണം. സഹോദരന്മാരെ, ആരാണ് ഈ പറയുന്നത്? അലി റളിയല്ലാഹു അൻഹു ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര ബേജാറിലാണ് നരകത്തെ കുറിച്ചുള്ളത്. ആ നരകം നമ്മളെ സ്പർശിക്കുക പോലുമില്ല എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും ഈ നോമ്പുകാരനെ നോമ്പ് നോൽക്കേണ്ട വിധം നോൽക്കുകയും അതിലെ കർമ്മങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ചെയ്താൽ ഒരിക്കലും ആ നരകം നമ്മളെ തൊട്ടുപോവുകയില്ല, സ്പർശിച്ചു പോവുകയില്ല എന്ന് റസൂല് നമുക്ക് വാക്ക് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഉറപ്പ്, അല്ലാഹുവിന്റെ റസൂല് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, ഏറ്റവും കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്ന, സ്വപ്നത്തിലെല്ലാം നമ്മൾ നോക്കിക്കാണുന്ന, എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ റസൂല് ആ സ്വർഗത്തിലേക്കുള്ള കാഫിലയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാനുണ്ടാകണം, എന്റെ മകനുണ്ടാകണം, എന്റെ ഉമ്മയുണ്ടാകണം, എന്റെ ഉപ്പയുണ്ടാകണം, എന്റെ ഭാര്യയെ ഞാൻ ഒപ്പം കൂട്ടണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് കടന്നു പോകുന്ന, സ്വർഗത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു കവാടത്തിലൂടെ എനിക്കും പോകണമെന്ന് സ്വപ്നം കാണാത്ത ഒരാളും ഈ കൂട്ടത്തിലുണ്ടാവുകയില്ല. അതേ റസൂല് നമുക്ക് പഠിപ്പിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു അർ-റയ്യാൻ. റയ്യാൻ എന്നൊരു കവാടമുണ്ട്. ആ കവാടം മറ്റാർക്കുമല്ല, നമുക്കാണ്. ഈ റമളാനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമുക്കുള്ളതാണ്. ആ റയ്യാൻ എന്നുള്ള കവാടത്തിനരികിൽ നിന്ന് മലായികത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, വഇന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാര് ഇതിലൂടെ കടന്നു വരിക എന്ന് പറയുമ്പോൾ അതിലൂടെ കടക്കുവാനുള്ള ഒരു തൗഫീഖ് അത് ഈ റമളാനിൽ നോമ്പുകാർക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പു തന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നാലാമത്തെ കാര്യം ഒരു സ്ഥാനമാണ്. ഒരു സ്ഥാനം, റസൂല് നമുക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. അതേതാണെന്നറിയോ? ഇന്ന ലില്ലാഹി അഹ്ലീന, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹുവിന് ചില കുടുംബക്കാരുണ്ട്. അല്ലാഹുവിന്റെ കുടുംബക്കാരാവുക. ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹുവിന് ചില കുടുംബക്കാരുണ്ട് എന്ന് പറഞ്ഞു. അവിടെയുള്ള സഹാബിമാര് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ആരാണത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലാഹുവിന്റെ കുടുംബക്കാര്, അഥവാ പരലോകത്ത് ചെല്ലുമ്പോൾ എന്റെ കുടുംബക്കാരെന്ന് അല്ല ചോദിക്കുമ്പോൾ നമ്മൾ അതിലുണ്ടാവുക എന്ന് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? അതുകൊണ്ട് സഹാബിമാർ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്. റസൂല് പഠിപ്പിച്ചു, അഹ്ലുൽ ഖുർആൻ, അവര് അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളാണ് എന്നുള്ളതാണ്. ഖുർആനിന്റെ ആളുകളാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് ഇറക്കി വെക്കും. എല്ലാവരെയും ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെക്കും. ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മലായികത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിന്റെ കിതാബ് ഏതാണ് എന്നുള്ളതാണ്. നിന്റെ കിതാബ് ഏതാണ് എന്നുള്ളതാണ്. അവിടെ നമുക്ക് പറയാൻ കഴിയുമോ എന്റെ കിതാബ് ഖുർആനാണ് എന്ന്? എങ്ങനെ പറയാൻ കഴിയും? ഒരാവർത്തിയെങ്കിലും ഇത് മലയാളത്തിലൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നോട് എന്റെ റബ്ബ് എന്താണ് ഈ പറയുന്നത് എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഇതൊന്ന് വായിച്ചു നോക്കുവാൻ, മുഴുവനായിട്ട് വായിച്ചു നോക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഇതെന്റെ ഗ്രന്ഥമാണെന്ന് പറയാൻ കഴിയുക? കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആ കബറിടമൊന്ന് ഇടുങ്ങിപ്പോകും എന്നുള്ളതാണ്. കബറിടം ഇടുങ്ങിപ്പോകും എന്നുള്ളതാണ്. അങ്ങനെ ഈ 3-4 കാര്യങ്ങള്
നമുക്ക് ഈ റമദാനിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നേടുവാനാണ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്കൊരല്പം കൂടി ആയുസ് കിട്ടി തന്നിട്ടുള്ളത്. അത് നേടണമെങ്കിൽ, ഈ റമദാനിലൂടെ നേടണമെങ്കിൽ നമുക്ക് ഒരൊറ്റ തീരുമാനമെടുത്താൽ മതി. ഇതെന്റെ അവസാനത്തെ റമദാനാണ് എന്നുള്ള തീരുമാനം. ഇതെന്റെ അവസാനത്തെ റമദാൻ, ഈ അവസാനത്തെ റമദാൻ അല്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് എന്തെങ്കിലും ഉറപ്പ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്റെ അവസാനത്തെ, അടുത്ത റമദാനിൽ ഈ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ റമദാൻ. സഹാബിമാർ അങ്ങനെയായിരുന്നു. രാത്രി കടന്നുറങ്ങാൻ പോകുമ്പോൾ അവരോട് തന്നെ പറഞ്ഞിരുന്നൊരു വർത്തമാനം, ഹാദിഹി ലൈലത്തില്ലത്തി അമൂതു ഫീഹി. അവരവരോട് തന്നെ പറഞ്ഞിരുന്നതാണ്, ഹാദിഹി ലൈലത്തില്ലത്തി അമൂതു ഫീഹി. ഈ രാത്രിയുണ്ടല്ലോ, ആ രാത്രി ഞാൻ മരിക്കുന്ന രാത്രിയാണ്. അല്ല എന്ന് പറയാൻ എന്താണ് ഉറപ്പ്? അതുകൊണ്ട് നമ്മളൊന്ന് ഉറങ്ങുമ്പോൾ പറഞ്ഞു നോക്കുക, ഹാദിഹി ലൈലത്തില്ലത്തി അമൂതു ഫീഹി. ഈ രാത്രി ഇങ്ങനെ കടന്നിട്ട് പിന്നെ എന്റെ കണ്ണുകൾ എണീറ്റുകൊള്ളണമെന്നില്ല, കൈകാലുകൾ ചലിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്റെ അവസാനത്തെ രാത്രിയാണ്, അതുപോലെ അവസാനത്തെ റമദാനാണ് എന്നുറപ്പോടുകൂടി നമ്മൾ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ മുഴുവനും ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സഹോദരന്മാരെ, അതിനു വേണ്ടിയിട്ട് ഈ റമദാനിന്റെ രാപ്പകലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ചെറുപ്പത്തിലും കൗമാരത്തിലും യൗവനത്തിലും ഇരുട്ടിലും പകലിലും ഒക്കെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ചില ആളുകൾ ചോദിക്കും, ഏത് ഭാഷയില്? പ്രാർത്ഥനയ്ക്ക് ഒരൊറ്റ ഭാഷയേ ഉള്ളൂ, അത് കണ്ണീരിന്റെ ഭാഷ മാത്രമാണ്. ഇറക്കി വെക്കുക ഹൃദയത്തിലേക്ക്. എന്നിട്ട് പറയുക, അല്ലാഹുമ്മഗ്ഫിർലി, റബ്ബേ ഇതൊന്ന് പുറത്തു തരണം, നാളെ എന്റെ കിതാബിൽ നിന്ന് ഇതൊന്ന് മായ്ച്ചു കളയണം എന്നൊന്ന് പറയുക. അത് അല്ലാഹു സ്വീകരിക്കും. അങ്ങനെ നമ്മളെല്ലാ റസൂലിന്റെ കാഫില സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്കും പോകാൻ സാധിക്കും. അവിടെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചവൻ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ പ്രിയപ്പെട്ടവര്, അവരെല്ലാവരുടെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചവനെ, നിന്റെ റസൂല് ഞങ്ങൾക്കൊരു വാക്ക് നൽകിയിട്ടുണ്ട്, ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നല്ല ആത്മാക്കൾക്ക് ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറന്നു തരുമെന്ന്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ ഉമ്മ, ഉപ്പ, ഞങ്ങളുടെ ഉസ്താദുമാര്, അവരെല്ലാവർക്കും ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം നീ തുറന്നു കൊടുക്കണമേ നാഥ. അല്ലാഹുമ്മ ജഅൽ ഖുബൂറഹും റൗളതൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുമ്മ ഇഫ്തഹ് ലഹും ബാബൻ മിനൽ ജന്ന. അല്ലാഹുമ്മ അശ്രിബ് ലഹും ശുർബതൻ മിനൽ ജന്ന. അല്ലാഹുമ്മ തബ്ബിത് അഖ്ദാമനാ ഫീ ദീനിക. അല്ലാഹുമ്മ തബ്ബിത് ഖുലൂബനാ ഫീ ദീനിക. അല്ലാഹുമ്മ തത്ഹിർ ഖുലൂബനാ മിൻ الرياء. ربنا زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا رب.